നിലവിൽ സുപ്രീം കോടതിയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ച് രാഷ്ട്രപതിയെ മുന്നിലിറക്കി സുപ്രീം കോടതിയുടെ അധികാര പരിധി മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ദ്രൗപദി മുർമുവിനെ വലിയ തോതിൽ അതിന് ചുമതലപ്പെടുത്തി സംഘടനമുണ്ടാക്കാം എന്ന് കരുതിയ പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കണക്കൂട്ടൽ തെറ്റിയിരിക്കുകയാണ്. ഇടക്കാലത്ത് ഉപരാഷ്ട്രപതി സുപ്രീം കോടതിയുടെ നയങ്ങളെ ചോദ്യം ചെയ്ത് പാർലമെന്റിലാണ് സർവാധികാരമെന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന കൃത്യമായ മറുപടി നൽകിയ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അതും എല്ലാ തരത്തിലും വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ അതിനകത്ത് മൂന്നാമതൊരു ലോകശക്തി ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം, അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എംപിമാരെ ഉൾപ്പെടെ ലോക രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ അതിനുവേണ്ടി കൃത്യമായി വിന്യസിക്കുകയാണ്. എന്തിനാണ്? ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞു മനസ്സിലാക്കാൻ. ഇന്ത്യയുടെ നയം എന്നത് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യലാണ്, അതല്ലാതെ വെറുതെ ആക്രമണം നടത്തുകയല്ല. ഒരു നിരപരാധിയെ പോലും ഇന്ത്യൻ സൈന്യം കൊല ചെയ്തിട്ടില്ല. ഇന്ത്യൻ സൈന്യം നേരിനും നിറയ്ക്കും വേണ്ടി ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് തുറന്നു പറയുമ്പോൾ അത് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമ്പോൾ ചെയ്യുന്നില്ല. പകരം അയാളെ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തുന്നു. അയാൾ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറയുന്നു. എന്നിട്ട് അയാളുടെ പാർട്ടിയിലെ അയാൾ പ്രദാനം ചെയ്യുന്ന പാർട്ടിയിലെ എംപിമാരെ ആയിട്ട് അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇതാ കണ്ടോ പ്രതിപക്ഷത്തുള്ള പല നേതാക്കളും ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ തൃണമൂൽ എംപിമാർ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതാ വിശദീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ജനിച്ചവർ തന്നെ. പക്ഷേ നിങ്ങളുടെ ഈ രാഷ്ട്രീയ ബുദ്ധി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. കോൺഗ്രസ് ലിസ്റ്റിൽ ശശി തരൂറിന്റെ പേര് പരിഗണിച്ചില്ലാത്തരെ. കോൺഗ്രസ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇന്നയാള് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും കോൺഗ്രസിന് ജനാധിപത്യ മാർഗത്തിൽ ഇല്ലേ? BJP ആണോ തീരുമാനിക്കുന്നത് കോൺഗ്രസിൽ ആരെയാണ് വിദേശ രാജ്യങ്ങളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടേണ്ടത് എന്നുള്ളത്? പാർലമെന്റ് യോഗം എന്തുകൊണ്ട് ചേർന്നില്ല? ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഒന്ന് വാചലിപ്പിക്കുകയെങ്കിലും ചെയ്തത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ഒരു മിനിമം മാന്യതയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് വേണ്ടിയാണ് നടന്നു എന്നത്, അല്ലാതെ മോദിയോട് ഒരു രീതിയിലും സംഭാഷണത്തിനോ ചായ സൽക്കാരത്തിനോ ചെന്നതല്ല. അദ്ദേഹത്തിന് മോദിയുടെ ഔദാര്യവും സ്നേഹവും ഒന്നും വേണ്ട. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പൗരത്വം തന്നെ നിഷേധിച്ച് അദ്ദേഹത്തിന്റെ MP സ്ഥാനം തന്നെ റദ്ദാക്കാൻ നാണം കെട്ട കളി കളിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായും അറിഞ്ഞുകൂടാത്തോണ്ടല്ല. എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് ചെന്നത്. അദ്ദേഹത്തിനെയാണ് അപമാനിച്ചുകൊണ്ട് രാജ്യവിരുദ്ധൻ എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിക്ക് നയപരമായി ഇടപെട്ടേ പറ്റൂ. കുനാൽ വിജയഷായ പോലുള്ളവരെ എല്ലാ തരത്തിലും ന്യായീകരിക്കുന്ന അമിത്ഷായെയും കേന്ദ്ര സർക്കാരിനെയും കുടഞ്ഞേ പറ്റൂ. കൃത്യമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം? മറിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ കാട്ടുകൊള്ള, കോർപ്പറേറ്റ് അഴിമതി, വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിഴൽ കമ്പനികളുടെ നിക്ഷേപത്തെക്കുറിച്ചും കോർപ്പറേറ്റിന് അന്വേഷിക്കേണ്ട. ഇതാണ് ഇരട്ടത്താപ്പ്. പൊളിച്ചെടുക്കാൻ സുപ്രീം കോടതിക്ക് ഇതാണ് ഏറ്റവും പറ്റിയ അവസരം.